നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അവരെ പറ്റിയിട്ടുള്ള പുതിയ പുതിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണു സുധിയുടെ പല കാര്യങ്ങളോടും യോജിക്കുവാൻ കഴിയില്ലെങ്കിലും സുധി മരിച്ചിട്ട് രണ്ട് മക്കളെയും നല്ല രീതിയിലാണ് രേണു വളർത്തുന്നത് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. മൂത്ത കുട്ടി രേണുവിനെ കുറിച്ചിട്ട് ഒരു പരാതിയും പറയുന്നുമില്ല. പക്ഷേ ചിലർ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ കിച്ചുവിനെ നോക്കുന്നത് അച്ഛൻ്റെ ഫാമിലി ആണെന്നും അതിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് എന്നൊക്കെയും ആണ്. പിന്നെ ഇതിൻ്റെ പിറകിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആർക്കും അറിയില്ല. രേണുവിനാകട്ടെ മിക്കപ്പോഴും വിവാദങ്ങളിൽപ്പെട്ട സോഷ്യൽ മീഡിയയിൽ സ്ഥിരം വരാറുള്ള ഒരു അവസ്ഥയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ട് വളരെ ഗൗരവമുള്ളൊരു കാര്യം രേണുവിനെ കുറിച്ചുള്ളത്. അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. രേണു വിവാഹം ചെയ്തത് കൊല്ലം സുധിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സുധിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ സുധിയുമായിട്ട് ഒരു അവിഹിത ബന്ധമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് രേണു സുധിയെ വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇത് വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല, സുധിയുടെ മുൻ ഭാര്യ തന്നെയാണ്. ഈ പുള്ളിക്കാരുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. കല്യാണം നടന്നത് കൊല്ലം മാടനട ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചൂടെ, ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും എന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 4ലോ 5ലോ അങ്ങനെ. എല്ലാവർക്കും അറിയാം സുധിയുടെ ആദ്യ ഭാര്യ അല്ല രേണുവെന്ന്. മുമ്പും സുധി കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് വിചാരിക്കുന്നത് സുധിയുടെ 2ാം ഭാര്യയാണ് രേണു എന്നാണ്. പക്ഷേ അത് തെറ്റാണ്. രേണുവിനെ കെട്ടുന്നതിന് മുമ്പ് സുധി 2 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. സുധിയുടെ 3ാം ഭാര്യയാണ് രേണു. ആദ്യ ഭാര്യ സുധി മരിക്കുന്നതിന് ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു. പിന്നീട് സുധി അടുത്ത വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. കൂടെ ജോലി ചെയ്ത റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് ആണ് സുധിയുടെ 2ാം ഭാര്യ. പിന്നീടാണ് രേണുവുമായിട്ടുള്ള കല്യാണം. 2ാമത്തെ ഭാര്യയെ സുധി ഡിവോഴ്സ് ചെയ്തിരുന്നു. അടുത്തത് പൊങ്ങി വന്നിരിക്കുന്നതാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം രേണുവിനെ കുറിച്ച്.
മെയിൻ സ്ട്രീം 1 എന്ന ചാനലിൽ രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. സുധിച്ചേട്ടന്റെ വൈഫാന്ന് പറയും. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ, അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. അതിൽ രേണു പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ രേണു കൊടുക്കുന്നുണ്ട്. അതായത് മുമ്പത്തെ ഭാര്യയുമായിട്ട് സുധി ലീഗലി മാരീഡ് അല്ല എന്നും ലീഗലി കല്യാണം കഴിച്ചത് രേണുവിനെ മാത്രമാണ് എന്നാണ്. അതായത് രേണു എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഭാര്യ അത് ജസ്റ്റ് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് പോലെ ആണെന്നും അത് യഥാർത്ഥത്തിൽ വിവാഹമല്ലായിരുന്നു എന്നും ഒക്കെയാണ് രേണു ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവര് ഈ കിടന്ന് പറയാൻ ആവശ്യമില്ല. ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. കല്യാണം കഴിക്കുന്നതും എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേര് രേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം. പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അത് സർട്ടിഫിക്കറ്റ് രേഷ്മ എന്ന് വന്നു. പക്ഷെ എന്റെ സുധിച്ചേട്ടന്റെ രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്നറിയപ്പെട്ടു. രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ഇത് കേട്ടപ്പോഴേക്കും രണ്ടാമത്തെ ഭാര്യ പുള്ളിക്കാരി ഇത് ചോദിപ്പിച്ചു. പുള്ളിക്കാരി ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പിങ്ങുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നുള്ളത് കേട്ടിട്ട് വരാം. കല്യാണം നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോകും, ചേട്ടൻ വേറെ പോകും, അപ്പോഴേ തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ലോ 5ലോ കണ്ടാണ് എനിക്ക് വിവാഹ ജീവിതം മുടങ്ങി, അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ അത്? ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് കടം മേടിക്കും. റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണോ? അല്ല, പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്? അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. അറിയാമായിരുന്നു ഇന്നപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കേട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തെയൊക്കെ വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നേ, ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്, അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല, അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ, കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും.
ഇതാണ് രണ്ടാം ഭാര്യയ്ക്ക് പറയാനുള്ളത്. രേണു സുധി ഇവരെ പറ്റിയിട്ട് ഒരുപാട് തെറ്റായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ കിച്ചു എന്ന് പറയുന്ന മോൻ വന്നിട്ട് കൊല്ലം സുധിക്ക് ആദ്യ ഭാര്യയിൽ ജനിച്ച കുട്ടിയാണ്. അതായത് സുധി വിവാഹം കഴിക്കുമ്പോൾ കിച്ചു രണ്ടാമത്തെ വിവാഹം സുധി കഴിക്കുമ്പോഴേക്കും കിച്ചു 4ാം ക്ലാസ്സിൽ ഏതാണ്ട് ഒരു 9 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയായിരുന്നു. പിന്നെ ഇന്ത്യൻ സംസ്കൃതിയിൽ വിവാഹം ഒരു പവിത്ര ബന്ധമായിട്ടൊക്കെയാണ് പറയുന്നത്. പഴയ കാലത്തെ ഒരു ചിന്താഗതിയൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയായിരുന്നു വിശ്വാസം ഒക്കെ. അതുകൊണ്ട് തന്നെ പുനർവിവാഹം സംസ്കാരപരമായി അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷെ ഇന്ത്യൻ സംസ്കാരത്തിൽ ആചാരങ്ങളൊക്കെ മാറുന്നുണ്ട്. ജീവിതത്തിലെ ദുഃഖകരമായ സംഭവങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിക്ക് വീണ്ടും സന്തോഷം കണ്ടെത്താനുള്ള അവകാശമുണ്ട്. ഭർത്താവോ ഭാര്യയോ നഷ്ടപ്പെട്ടാൽ മറ്റൊരാളുമായിട്ട് ബന്ധം അവർക്കുള്ള മാനസിക സാമൂഹിക അടിസ്ഥാനാവകാശമാണ്. പുരാതന ഇന്ത്യയിലും പുനർവിവാഹം ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിധവ പുനർവിവാഹം സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഭാഗത്തിൽ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇഷ്ടാനുസൃതമായി ഒരു വ്യക്തിക്ക് പുനർവിവാഹം ചെയ്യുന്നത് തെറ്റല്ല, മറിച്ച് അത് പുരോഗതിയുടെയും മാനവികതയുടെയും ഒക്കെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പുനർവിവാഹം ഇന്ത്യൻ സംസ്കാരത്തിൽ തെറ്റല്ല. ഒരു വൈവിധ്യമാർന്ന സംസ്കാര പരമ്പരയാണ്. ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ പുനർവിവാഹം നല്ലതോ തെറ്റോ എന്ന് ഉള്ളതൊരു വ്യക്തിഗത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു വിവാഹം ചെയ്യണമെങ്കിൽ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ഡിവോഴ്സ് നേടി പോകണമെങ്കിൽ അങ്ങനെ പോകാം. പിന്നെ വേണമെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ വീണ്ടും വിവാഹം കഴിക്കാം. അതുപോലെ പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ടും വീണ്ടും വിവാഹം കഴിക്കേണ്ടിയൊക്കെ വരാറുണ്ട്. പിന്നെ രേണു സുധി ചാനലിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളും കേട്ട് കാണും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രേണുവിൻ്റെയും സുധിയുടെയും വിവാഹം നടന്നിരിക്കുന്നത്. പിന്നെ രേണു മുമ്പേ വേറെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പുള്ള ഭർത്താവും ഇപ്പോൾ രംഗത്ത് വന്നതായിട്ട് അറിയുന്നു. അതുപോലെ സുധിയെക്കുറിച്ചിട്ട് പറയുമ്പോഴേക്കും അത് ആദരവോടുകൂടി തന്നെ പറയട്ടെ, ഒരുപാട് കഴിവുള്ള ഒരു നല്ല കലാകാരനായിരുന്നു സുധി. ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് വന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ സുധിയെ ഒരു ആയുധമാക്കി. അല്ലാതെ സുധി സമൂഹത്തിനോ സിനിമയ്ക്കോ വേണ്ടി ഒന്നും ചെയ്തതായിട്ട് അറിയില്ല. അതുപോലെ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതുമൊക്കെ അവരവരുടെ തീരുമാനമാണ്. പിന്നെ മൊത്തത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം പേര് കമൻസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട്. ചിലവർ വന്നിട്ട് ആ രേണുവിൻ്റെ സ്ഥിതിയൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും 2 കുഞ്ഞുങ്ങളെ നോക്കാനുള്ളതല്ലേ, ജീവിച്ചു പോകട്ടെ, എന്തിനാണ് ഈ പ്രശ്നത്തിലോട്ടൊക്കെ വലിച്ചുഴയ്ക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം പറയുന്നവരുമുണ്ട്. മറിച്ച് വേറെ ചിലരാകട്ടെ രേണുവിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായവും ഇതും സൈബർ ബുള്ളിങ്ങും പറയുന്നവരും കുറവല്ല. അപ്പം നിങ്ങൾ 2 വശവും നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? രേണു സുധിയെ ന്യായീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻസിലൂടെ അത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വീഡിയോ കണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.